പ്രതിഭാ സംഗമത്തോടെയാണ് കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. മഹാപ്രതിഭകൾ സംഗമിക്കുകയാണ്. മൂന്നാളും പ്രതിഭകളാണെങ്കിലും ഒരാളിവിടെ അതിഥിയാണ്, അധ്യക്ഷനുമാണ്, അധ്യാപക രക്ഷകർത്താ സമിതിയുടെ പ്രസിഡന്റാണ്, കേന്ദ്രീയ വിദ്യാലയമാണ്, പേരൂർക്കടയിലാണ്. With this new school, a new building coming up, I am very confident that we will do better in both the fields, as I said, academic and non-academic field. But in the meantime, because the Honorable Minister is here, and the Honorable MP is also present, sir, there are certain works still not been completed. Small works, we require as you know, there was a funds crunch, etc. Little bit of money with by using your good offices. 5 കൊല്ലം എടുത്തിട്ടാണ് കെട്ടിടം പണി പൂർത്തിയാക്കിയത്. എന്നിട്ടും ചില്ലറ പണി ബാക്കിയുണ്ട് എന്നാണ് ബെഹ്റാജിയുടെ പരാതി. അതിന് പണമില്ലത്രേ, ഫണ്ട് വേണം. ഇതൊക്കെ കേട്ടിട്ടും സ്ഥലം എംപിക്ക് സന്തോഷമാണ്. വരാനിരിക്കുന്ന വർഷത്തെ ശുപാർശകൾ ആലോചിച്ചുള്ള സന്തോഷം. And no doubt when next year's applications for my 10 seats come, it will definitely cross 1,000. What can we do? If supply doesn't match demand, then supply must increase. I'm sorry that my good friend Alphonse is not in the HRD ministry, because I would tell him that one of the challenges in HRD has to be to create many more Kendriya Vidyalayas everywhere in the country, because the demand is genuine, it is well based, it is fully justified, and I hope that many, many more parents can give their children the benefit of a Kendriya Vidyalaya education. So wishing you all happiness in this building. Thank you very much. Jai Hind. പറഞ്ഞല്ലോ, അടുത്ത പ്രതിഭയാണ് പ്രതിഭ, അൽഫോൺസ് കണ്ണന്താനം. എനിക്ക് ശശി തരൂരിനോട് ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചു. ലോകത്തിൽ ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ ഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ ഒരു പ്രധാന പരിപാടി. Nobody is a very brilliant person. രണ്ടാളും ബ്രില്യൻ്റ് ആണെങ്കിലും കൂടുതൽ ബ്രില്യൻ്റായ തരൂരിനെ രാഷ്ട്രീയത്തിലിറക്കിയതിൻ്റെ ക്രെഡിറ്റ് കണ്ണന്താനത്തിന് കൊടുക്കേണ്ടതാണ്. അതിനൊരു കോയിൻസിഡൻസ് ഉള്ളത്, ശശി തരൂർ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴേ തിരുവനന്തപുരത്ത് ഞാനാണ് ആദ്യത്തെ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. YMCA ആയിരുന്നു. വേർ യു റിമെമ്പർ, ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ള കുറേ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഞാനാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പോൾ സോ ഐ എം പാർട്ട്ലി റെസ്പോൺസിബിൾ, partly I'm saying in a small little way I'm responsible for getting Shashi Tharoor into politics, but I'm not responsible for any mischief he does, okay? I just completely wash my hands off, but he's been doing a good work bringing this Kendriya Vidyalaya here and many other things. He's been a very distinguished parliamentarian, because I'm in the parliament, I hear him speak so often, and he's very articulate, very intelligent. So very happy to share the stage. And of course, long before he became member of parliament. ചില പാളിച്ചകളൊക്കെ തരൂരിന് പറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ പങ്കുപറ്റാതെ കണ്ണന്താനം കൈ കഴുകിയെങ്കിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലും തരൂർ ജയിച്ചു കാണണം എന്ന് തന്നെയാണ് കണ്ണന്താനത്തിൻ്റെ ആഗ്രഹം. ഇതൊക്കെ കാണിക്കുന്നത് എന്താ? ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ പല ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്.
പക്ഷേ നമ്മൾ ശത്രുക്കളാകേണ്ട യാതൊരു കാര്യമല്ല. ആണോ? ഇസ് ഇറ്റ് നെസസറി? വി ക്യാൻ ബി റൈവൽസ്, എതിരാളികളാകാം, പക്ഷെ ശത്രുക്കളാകേണ്ട ഒരു ആവശ്യവും ഇല്ല. ചിലരുടെയൊക്കെ വിചാരം ഇന്നയാൾ BJP കാരൻ, അയാളെ ഒന്ന് വധിക്കണമെന്നും വിചാരിച്ചാൽ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുറേ ആൾക്കാർ ശശി തരൂരിനെ വധിക്കണമെന്നുണ്ടാകും. അങ്ങനെ ഏറ്റവും വലിയ ആളിനെ വധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നുള്ള വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും പകൽ മുഴുവനും. കാരണം ഇന്ന് കേരളത്തിലെ പണി മുഴുവൻ ചെയ്യുന്ന ബംഗാളിയല്ലേ, നമുക്ക് വേറെ ഒരു പണിയില്ലല്ലോ. ഈ കുന്തം എടുത്തുകൊണ്ട് ഇതേ രാവിലെ മുതൽ കുത്തിക്കൊണ്ടിരിക്കുക, ആരെ വധിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് മലയാളിയുടെ ഏക പ്രൊഫഷൻ. മലയാളികൾക്കിടയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണലാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ ശരിയായിരിക്കും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചു, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടം പോലെ. ഓക്കെ, ഞാൻ തൻ്റെടിയാ, ആര് പറഞ്ഞാലും കേൾക്കുകയല്ല, എന്തൊക്കെ ആര് പറഞ്ഞാലും യാതൊരു ഇഫക്റ്റും ഇല്ല. ഐ ഡു തിങ്സ് ദ വേ ഐ വാണ്ട്. ഓക്കെ, ഞാൻ വെറുതെ ഒന്നുമില്ല ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ഡൽഹിയിൽ താമസിച്ചപ്പോഴേ 2 തോക്കുമായിട്ടാണ് നടന്നിരുന്നത്. എന്നിട്ടും അവരുടെ ഭാര്യയെ അടിച്ചു വീഴിച്ചു, എൻ്റെ മക്കളെ അടിച്ചു. പണി ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചതാവട്ടെ. അപ്പം നിങ്ങളുടെ ഈ മറ്റേ പരിപാടിയൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചേരെ. ഓക്കെ, ഹൂ കെയർസ്? ടീച്ച് യുവർ ചിൽഡ്രൻ ടു ബി റെസ്പോൺസിബിൾ. അപ്രീഷിയേറ്റ് പീപ്പിൾ. ഓക്കെ, അപ്രീഷിയേറ്റ്. ധാരാളം നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്ലീസ് അപ്രീഷിയേറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ആര് നല്ലത് ചെയ്താലും അംഗീകരിക്കുക. അതുകൊണ്ട് തന്നെ നന്നായി സെൽഫി എടുക്കുന്നവരെ അദ്ദേഹം അംഗീകരിക്കാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ആർക്കെങ്കിലും സെൽഫി എടുക്കണമെങ്കിൽ നിന്ന് കൊടുക്കണമെന്നേ, പല്ലങ്ങ് 32 പല്ലും കാണിച്ച് നിൽക്കണമെന്നേ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം പറയും അവൻ്റെ പണി. പക്ഷേ പല്ലും പടം എടുത്തിട്ട് ഞാൻ തന്നെ എടുത്ത് സെൽഫിയാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോകും. എൻ്റെ 2 കൈ ഇതാ താഴെ കിടക്കുന്നു, കൊടുത്തിരിക്കുന്ന അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ സെൽഫി. 2 കൈയും താഴെ ഇട്ടിട്ട് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ സെൽഫി. വേറെ പണിയൊന്നുമില്ല മനുഷ്യരെ. എന്നാൽ പിന്നെ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് പ്രോത്സാഹിപ്പിക്കേണ്ട. പോകാം, പോയി വേറെ വല്ല പണിയും നോക്കാം.